ഹലോ, അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ ചെയ്യുന്നത്. പെരുന്നാൾ തലേന്നത്തെ വീഡിയോ ആണ്. ഇട്ടപ്പോൾ കുറച്ച് ലേറ്റായി പോയി. കാര്യം 3 ദിവസം കൊണ്ട് ഒട്ടും വയ്യാന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ കഴിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത് പെരുന്നാൾ തലേന്ന് ഇക്കാക്ക് ഇതുപോലെ പുലർച്ചെ 5 മണിക്ക് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടി 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അന്ന് 4 മണിക്ക് എണീറ്റ് ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഒരു വ്ളോഗ് പോലെ ചെയ്യാം, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്ത് വെച്ചതാണ്. കാപ്പിക്ക് ദോശയും വെജിറ്റബിൾ കറിയായിരുന്നു. ചോറിന് മീൻ പൊരിച്ചതും അച്ചാറും പുളിമുളകും ഒഴിച്ച് കറിയും ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ബീൻസ് തോരനുണ്ടായിരുന്നു. ഈ അച്ചാറുണ്ട്, ഇത് ഞാനൊരു യൂട്യൂബ് ഷോർട്സിൽ കണ്ടതാണ്. ഇതുപോലെ കോട്ടയത്തൊക്കെ കല്യാണത്തിന് വിളമ്പുന്ന അച്ചാറെന്നും പറഞ്ഞാണ് അതിനകത്ത് കാണിച്ചത്. അപ്പം ക്യാരറ്റും മാംഗോയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ നാരങ്ങയൊക്കെ വെള്ള അച്ചാറിടത്തില്ലേ, അതുപോലെയല്ല, എന്നാലും അതുപോലെയൊക്കെ ഒരു അച്ചാർ. ഇനി ഞാൻ ഇട്ടതിൻ്റെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയാൻ വയ്യ. അതുപോലെ ഞാൻ എടുത്തൊരു മാങ്ങ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആണോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചൊരു ടേസ്റ്റ് വന്നില്ല അതിന്. പക്ഷെ കൊള്ളാം, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഒരു ടേസ്റ്റിൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. എന്നാലും ശരിക്കുള്ള റെസിപ്പി യൂട്യൂബിൽ കാണും. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് കഴിക്കാൻ കൊള്ളാം. അങ്ങനെയൊക്കെ അതെല്ലാം എടുത്ത് റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ലൂണായി ഞാനും വെളിയിൽ ഞാൻ ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ലൂണായി ഇറങ്ങി വന്നതാണ്, ഒക്കെ പോകുന്നത് കാണാനും വേണ്ടി. അങ്ങനെ വണ്ടി വീടിൻ്റെ സൈഡിലാണ് കേട്ടോ നിർത്തി വയ്ക്കുന്നത്. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന വെട്ടമാണ് കാണുന്നത്. അങ്ങനെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പോയി. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പോയപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ നേരെ ഷെഡിലാണ് കെട്ടിയിരുന്നത്. അവരെ കൂട് ചെറിയ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അതിനകത്താണ് കെട്ടുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുരുത്തം കെട്ടങ്ങൾ ആ നെറ്റെല്ലാം വലിച്ച് കീറി വിറക് ഇട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു ലിയോ. അങ്ങനെ പിന്നെ അവനെ കുരുക്കെല്ലാം അഴിച്ച് നേരെ കെട്ടി ഞാൻ പിന്നെ നേരെ അകത്തോട്ട് കയറി. കുറച്ച് ജോലിയും കൂടെ ഒതുക്കാനുണ്ടായിരുന്നു. എനിക്ക് ഈ പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ തോന്നത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒരു ഉറക്കക്ഷീണം അങ്ങനെയൊന്നും വരാറില്ല നേരത്തെ. നമ്മൾ പക്ഷേ താമസിച്ചൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ ആ ഒരു ഉറക്കച്ചിടവ് നമ്മളെ വിട്ട് പോകത്തുമില്ല. അന്നത്തെ ദിവസം മുഴുവൻ ഒരു ക്ഷീണമായിരിക്കും. പക്ഷേ ഈ പുലർച്ചെയൊക്കെ എഴുന്നേറ്റ് ശീലിച്ചാണ്ടല്ല നമുക്ക് പകൽ ഒരു ഉറക്കക്ഷീണമോ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിനൊരു വയ്യായ്ക അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എന്തായാലും കിടക്കത്തില്ല, അപ്പോൾ പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന്. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ചു. ബാക്കി റൂമും ഹാളും എല്ലാം വൃത്തിയാക്കി കുറച്ച് നേരം ലൂണയും ശല്യം ചെയ്തിട്ട് പിന്നെ അവളെ ഞാൻ വിളിച്ച് അകത്തോട്ട് കിടക്കാൻ എന്ന് വിളിച്ചപ്പോൾ അവൾ വരുന്നില്ല. ഞാൻ ഓർത്തെങ്കിൽ പിന്നെ അവളവിടെ കിടക്കുകയല്ലേ, അവളെ കുഞ്ഞുങ്ങളെയും കൂടെ ഒന്ന് പോയി നോക്കാം, അവൾ കിടക്കുന്നിടം ഒന്ന് വൃത്തിയായി കൊടുക്കാമെന്നും പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവരെ വിരിച്ചു കൊടുത്ത പാഡെല്ലാം അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെ മാറ്റി കിടത്തി അതെല്ലാം വൃത്തിയാക്കാന്നപ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ ബാക്കി മോനാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത്. കാര്യം ഒരു കൈ കൊണ്ട് ഇത് മാറ്റലും വീഡിയോ എടുക്കലും നടക്കുമല്ലോ എന്ന് കരുതി അവൻ ക്യാമറ പിടിച്ച് വീഡിയോ എടുത്തു തന്നു. മോൻ എഴുന്നേക്കും കേട്ടോ. ആ നേരത്തൊക്കെ അവൻ എഴുന്നേറ്റ് ശീലമുള്ളതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മുമ്പ് എൻ്റെ കൂടെ 4:30-ക്കൊക്കെ എഴുന്നേറ്റ്. ഇവന് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോഴേ കുളിക്കണം. അപ്പോൾ ഈ പുലർച്ചെയൊക്കെ എഴുന്നേറ്റ് എൻ്റെ കൂടെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സുബഹി നിസ്കരിക്കാനൊക്കെ എഴുന്നേക്കും. ഞാൻ പറയും, മോൻ കുഞ്ഞല്ലേ, ഇപ്പോൾ കിടന്നോ. കാര്യം തുമ്മലാണ്, ആ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഞാനങ്ങനെ അവനെ വിളിക്കാറില്ല. എന്നാലും അവൻ അനക്കം തട്ടി എഴുന്നേറ്റ് വരും ചിലപ്പോഴൊക്കെ. അങ്ങനെ ഞാൻ കിടന്നു. ഞാനിതെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കിടത്തിയപ്പോൾ തന്നെ അവൻ്റെ കൈയാണ് കാണുന്നത്. അവനും അങ്ങ് കിടന്ന് ഉറങ്ങി. ഞാൻ പിന്നെ കിടക്കാനൊന്നും നിന്നില്ല. പിന്നെ വെളിയിലോട്ട് എന്തായാലും വെട്ടവും വെളിച്ചം വന്നിട്ടേ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഓരോന്നൊക്കെ ചെയ്ത് തുണി മടക്കി അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ പണികൾ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നേരം പിന്നെയും ലൂണായെ കളിപ്പിക്കാനും ഒക്കെ ഇരുന്നു. പിന്നെ ഇതാണ് ലൂണായുടെ മക്കൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ നേരം വെളുത്തു തുടങ്ങി. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്നും പറഞ്ഞ് വന്നതാണ് ലൈറ്റ് ഇടാതെ. പക്ഷെ ഒത്തില്ല, വെട്ടവും വിളിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഡോറ് തുറന്ന് കാണിക്കാമെന്നിരുത്തി. നേരം വെളുത്ത് കുറച്ച് വെട്ടം വിളിച്ചൊക്കെ വീണു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നു, ഇറച്ചിയും കൊണ്ട് വന്നതാണ്. കാര്യം പുതുവലിൽ പെരുന്നാളായതുകൊണ്ട് രാവിലെ ഇറച്ചി കിട്ടും. അപ്പോൾ അവിടുന്ന് ഇറച്ചി മേടിക്കാൻ പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തേക്കല്ല, വൈകിട്ടത്തേക്ക്. ഇതാരാന്ന് മനസ്സിലായോ? ലൂണയെ പോലെ ഇല്ലേ? ലൂണയുടെ ലുക്ക് മാത്രമല്ല, പേരും ലൂണ എന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടു. കാര്യം ലൂണയുടെ അതേ കളറ്, ലൂണയുടെ അതേ രൂപം, പേരും ലൂണ. നമ്മുടെ ലിയോയുടെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്ന പുതിയൊരാളാണ്. പോയി ഇന്ന് 29, ഇന്ന് വൈകിട്ട് കൊണ്ടുപോയി കേട്ടോ.
നല്ല പാവം ഒരു പൂച്ച. വന്നപ്പോൾ ഭയങ്കര ടെററായിരുന്നു ആൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുമായിട്ടൊക്കെ ഇണങ്ങി. പോകാൻ നേരത്ത് ഭയങ്കര മിസ് ചെയ്തു പാവം. നമ്മളെ ലൂണയ്ക്ക് അത്ര പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എന്നാലും കൂട്ടിലായതുകൊണ്ട് ആൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അകത്തൊന്നും കയറ്റിയില്ലല്ലോ, അകത്ത് കയറ്റാനും ഒന്നും പോയില്ല. കൂട്ടിൽ തന്നെ ആയിരുന്നു. കൂട്ടിലും പിന്നെ ഇടയ്ക്ക് ഷെഡിലോട്ട് മാറ്റിയായിരുന്നു. കാണാനും ലൂണയെ പോലെ തന്നെ ഉണ്ട്. ഞാൻ മനുഷ്യരെ കാര്യം കേട്ടിട്ടുണ്ട്, ഒരാളെപ്പോലെ 7 പേര് കാണുമെന്നൊക്കെ. അപ്പോൾ ലൂണയെ പോലൊരു പൂച്ച ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ആണ് ലിയോ. അതിന് 2 അടിയൊക്കെ കിട്ടിയിട്ട് മാറിക്കിടക്കുകയാണ് പാവം. അപ്പോൾ ഞാൻ എടുത്ത് വീഡിയോ എടുത്ത് വെക്കാം, പുതിയ ഒരാളല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സന്ധ്യയ്ക്കുള്ള പരിപാടിയാണ്. വീടിൽ ബാക്കി വൈകുന്നേരത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിള്ളേരെ തക്ബീർ ചൊല്ലിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുക്കിംഗ്, അതിൻ്റെ ഇടയിൽ കുക്കിംഗ് നടക്കുന്നുണ്ട്. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുക്കിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉമ്മയുടെ സംസാരിച്ച് അതിൻ്റെ ഇടയിലൂടെ രാവിലെ മേടിച്ച ബീഫില്ലേ അത് വേവിക്കാൻ വെച്ച് ഇടിയപ്പത്തിന് മാവ് നനച്ച് വെച്ചിരിക്കുകയാണ്. രാത്രി ഇടിയപ്പവും ബീഫ് കറിയായിരുന്നു. അങ്ങനെ തന്നെ മോൾക്ക് മൈലാഞ്ചി അത്തറുമായിട്ട് വന്നതാണ്. അപ്പം മോൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. നഖത്തിലെല്ലാം കയ്യിലും കാലിലെ നഖത്തിലെല്ലാം മൈലാഞ്ചി ഇട്ടു. ബാക്കി ഫുള്ള് കയ്യിലും എല്ലാം മൊത്തത്തിൽ മൈലാഞ്ചി ഇട്ടായിരുന്നു. താഴെ ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തൊരു കൊച്ചുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ് വാവ. അവളാണ് ബാക്കി മൈലാഞ്ചിയെല്ലാം ഇട്ട് കൊടുത്തത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കാണിക്കുക. ഉമ്മയെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല, ഉമ്മ അടുത്ത് പറഞ്ഞില്ല വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഉമ്മയെ കാണിക്കാത്തത്. ഇനി അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് പോയി ബാക്കി കയ്യിൽ ഇച്ചിരി ഇട്ടിട്ട് വന്നു. അങ്ങനെ അന്നത്തെ ദിവസം